ഈ ശിവലിംഗം മന്നാടിയാർ ഒരു വലിയ കാശുകാരനാണ്. മാത്രമല്ല ഇയാൾ MGRൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോഴാണ് തമിഴ്നാട്ടിൽ ഗുൽകുത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമാ നടൻ പതിയെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലാവരും അവനാണ് അടുത്ത MGR എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ MGRൻ്റെ കടുത്ത ഫാനായിട്ടുള്ള ആ ശിവമന്നാടിയാറും അടുത്ത MGRന് ഞാൻ വേണം ഉയർത്തിക്കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ട് ഈ ഗുൽകുത് കുമാറിൻ്റെ പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ആ ഗുൽകുന്ദനെ പോയി കണ്ടിട്ട് അവനെ വെച്ചിട്ട് പടങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അതോടുകൂടി ഗുൽകുന്ത് കുമാർ അവിടെ ഒരു വലിയ സൂപ്പർ സ്റ്റാറായി മാറുകയാണ്. അപ്പോഴാണ് ഈ ഗുൽകുന്ദൻ്റെ ഒരു ആരാധികയ്ക്ക് ഈ പുള്ളിനോട് കടുത്ത പ്രേമം വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കത്തയച്ച് ഓട്ടോഗ്രാഫ് വാങ്ങിയും പ്രേമിച്ചങ്ങ് കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ഈ ഗുൽകുന്ദനും വേറൊരു നടിയായിട്ട് അഫെയർ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളിയുടെ വൈഫ് പുള്ളിനെ ഇട്ടിട്ട് പോവാണ്. പക്ഷേ ഇത് കാര്യങ്ങളൊക്കെ ഫാൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശിവമന്നാടിയാർ ഈ ഗുൽകുന്ദൻ്റെ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പുള്ളിയുടെ കൂടെ തന്നെ നിർത്താണ്. അപ്പോഴാണ് 200 കോടി ശമ്പളം വാങ്ങുന്ന തൻ്റെ കരിയറിൻ്റെ ഉച്ചത്തിൽ നിൽക്കുന്ന ഗുൽകുന്ദൻ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് പുള്ളിയുടെ ഫാൻസ് അസോസിയേഷൻ തന്നെ ഒരു പാർട്ടിയാക്കി മാറ്റുകയാണ്. അങ്ങനെ ഈ പുള്ളി പാർട്ടി അനൗൺസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും പുള്ളിയുടെ ഇറങ്ങാനിരിക്കുന്ന അടുത്ത പടവും തമിഴ്നാട്ടിൽ ബാനാവാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ചിട്ടുള്ള ഗുൽകുത് കുമാറും നേരെ പോയിട്ട് പുള്ളിയുടെ പാർട്ടിയിലെ കാൻഡിഡേറ്റ്സിനൊക്കെ അനൗൺസ് ചെയ്യാണ്. അങ്ങനെ ഈ ഇലക്ഷൻ പരിപാടികളൊക്കെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് പുള്ളിയും വേറൊരു നടിയും തമ്മിലുള്ള ബന്ധം നാട്ടുകാർ മൊത്തം അറിയുന്നത്. അങ്ങനെ ഈ ഇലക്ഷൻ പരിപാടികളൊക്കെ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗുൽകുത് കുമാറിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. കാരണം ഇവൻ ഈ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പിന്നീന്ന് ചരട് വലിച്ചുകൊണ്ടിരുന്നത് ഈ ശിവലിംഗം മന്നാടിയാറാണ്. അതായത് പുള്ളിക്ക് ആവശ്യമുള്ള എല്ലാ ഹേറ്റും എല്ലാ ന്യൂസുകളും പുറത്തു വിട്ടതും ഒക്കെ ഇയാളാണ്. അതായത് ഗുൽകുന്ദ ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്തത് ആ സ്ഥാനം ഇയാൾക്കാണല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ ശിവലിംഗം മന്നാടിയാറുടെ ഈ പ്രവൃത്തിയൊക്കെ മനസ്സിലായതും ഗുൽകുന്ദൻ പുള്ളി ഈ രാഷ്ട്രീയത്തിലേക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പാർട്ടിയും പിരിച്ചു വിട്ടിട്ട് നാടുവിടുകയാണ്. ഈ പടത്തിന് ആരുടെങ്കിലും ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം.